ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒറ്റ വാക്കിൽ ഞാൻ ഈ കഥയെക്കുറിച്ച് പറയാം. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അവസാനമൊക്കെ നിങ്ങളുടെ കിളി പാറിയിരിക്കും. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റുകളുടെ മാല പടക്കമാണ്. 100% ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു രീതിയിലും ഇതിന്റെ അവസാനം ഗസ് ചെയ്യാൻ പോകുന്നില്ല. കഥയെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഒരു പയ്യനുണ്ട്. അവൻ പ്രണയിക്കുന്ന 3 പെൺകുട്ടികൾ മരിച്ചുപോയി. അത് കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. ഇപ്പൊ 4ാമതായിട്ട് ആ പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയാണ്. നമ്മുടെ കഥാനായിക. മുന്നേ ഇവൻ പ്രണയിച്ച 3 പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കും എന്തെങ്കിലും സംഭവിക്കുമല്ലോ. തീർച്ചയായിട്ടും വലിയൊരു ആപത്ത് അവളുടെ പിന്നിലുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത പല തലങ്ങളിലൂടെയാണ് ഈ ഒരു കഥ പിന്നീട് പോകാട്ടോ. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ധൈര്യമായിട്ട് കേട്ടോ. നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിനക്ക് അയാളെ അറിയുമോ? അങ്ങനെ പലരുടെയും പേര് പറഞ്ഞ് ഇവരെ എല്ലാം അറിയുമോ എന്ന് ആ ഒരു പെൺകുട്ടിയോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിനും ആ ഒരു പെൺകുട്ടി മറുപടി പറയുന്നത് ഇല്ല, എനിക്കറിയില്ല എന്നാണ്. എന്നാൽ ഏതാണ് ആ ഒരു പെൺകുട്ടി, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഹെസിനെയും അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വില്യമിനെയാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ രണ്ടുപേരും അത്രയും ഹാപ്പി ആയിട്ടുള്ള കപ്പിൾസ് ആണ്. ഇപ്പൊ തൽക്കാലം ലിവിങ് ടുഗദർ ആയിട്ട് രണ്ടുപേരും ഇപ്പൊ അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിച്ചു പോവാണ്. എന്നാൽ ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു വയലിൻ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു പയ്യൻ കാര്യമായിട്ട് തന്നെ വയലിൻ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിസ്റ്റുകള്, ബാക്കിയുള്ള ആൾക്കാർ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. എല്ലാവർക്കും ഒരു പുല്ലുവില. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ നന്നായിട്ട് തന്നെ ആ ഒരു വയലിൻ വായിക്കുകയാണ്. കൃത്യം 4 മണിയായപ്പോ ആ വയലിൻ വായിക്കുന്നത് അവൻ നിർത്തുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ നേരെ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് പോയിട്ട് ആ വാതിൽ ലോക്ക് ചെയ്യാണ്. ഇതിനുശേഷം നേരത്തെ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് സൗമ്യമായി എല്ലാവരുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ അവന്റെ കയ്യിലുണ്ടായിരുന്നത് വയലിൻ ആയിരുന്നില്ല, പകരം ഒരു കത്തിയായിരുന്നു. ആ കത്തി കണ്ട് ഭയന്ന് നിൽക്കുന്ന എല്ലാവരെയും അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പലരെയും ക്രൂരമായിട്ട് ആ കത്തി വെച്ച് കുത്തുന്നുണ്ട്. ഭയം കാരണം എല്ലാവരും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവരവരെ വെറുതെ വിടുന്നില്ല, കുത്തി കൊന്നു കളഞ്ഞു. പലരും മരണ ഭയം കൊണ്ട് നിലവിളിച്ച് കരയുന്നുണ്ട് കേട്ടോ. ഒരാളെ പോലും അവൻ വെറുതെ വിട്ടില്ല. ക്രൂരമായ ഒരു കൂട്ടക്കൊല. സമയം ഇപ്പോൾ കൃത്യം 4:04. അതായത് 4 മിനിറ്റ് കൊണ്ട് ഇത്രയും ആൾക്കാരെ അവൻ കൊന്നു കളഞ്ഞു. ഈ സമയത്ത് ആ ആൾക്കാർ കരയുന്ന അവരുടെ ആ ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം, അവരുടെ ആ ഒരു കരച്ചിൽ, അതവൻ വല്ലാതെ ആസ്വദിക്കുകയാണ്. ചിലപ്പോൾ ഇവനൊരു സൈക്കോപാത്ത് ആയിരിക്കും അല്ലെ. എന്തായാലും ഈ സംഭവം നടന്നത് 2002 അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് CCTV വിഷ്വൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഈ വിഷ്വൽ ഒരു പ്രൊഫസർ അവരുടെ സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അതൊരു സൈക്കോളജി ക്ലാസ് ആണ്. മാത്രമല്ല ക്രിമിനൽസിന്റെ മൈൻഡ് അതെങ്ങനെയായിരിക്കും എന്നൊരു ക്ലാസ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽ ഇപ്പോൾ ഇവരെ കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ ആ ഒരു പ്രൊഫസർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കുറ്റവാളി അവന്റെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് പറയാണ്. ആ കൂട്ടത്തിൽ ആർക്കും അവനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്ന നമ്മുടെ കഥാനായിക ഹെസിൻ അതിനുത്തരം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ്. പ്രൊഫസർ സമ്മതവും കൊടുത്തു. അവളിപ്പോ പറയാണ്, അവൻ ആദ്യമായിട്ടല്ല ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. പല തവണ അവൻ അതിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവരും അവനെ വളരെയധികം പുച്ഛിച്ചിട്ടുണ്ട്, അതും ഒരുപാട് തവണ. അതവന്റെ മെന്റൽ സ്ട്രെങ്തിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് അവനെ തളർത്തിയിട്ടുണ്ട്. ആ ഒരു കൂട്ടക്കൊല ചെയ്യാനുള്ള പ്രധാന കാരണം അതാണ്. മാത്രമല്ല ഈ കൊലപാതകം ചെയ്ത ലിൻ മിയാവോ എന്നു പേരുള്ള ഇയാളുണ്ടല്ലോ, ജോൺ ഗേജ് എന്നൊരു മ്യൂസീഷ്യന്റെ വലിയ ഫാനാണ്. അയാൾ കമ്പോസ് ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട്. അത് തീരുന്നത് 4 മിനിറ്റും 33 സെക്കൻഡും വെച്ചാണ്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്. ഇയാൾ ആ മ്യൂസിക് നിർത്തിയത് 4 മണിക്കാണ്. 4 മണി മുതലാണ് എല്ലാവരെയും കൊല്ലാൻ തുടങ്ങിയത്. കൃത്യം 4:33 ആയ സമയത്ത് അവനെല്ലാം തീർത്തു കഴിഞ്ഞു. അതായത് ആ ഒരു മ്യൂസിക്കിന്റെ സമയം കറക്റ്റ് ആയിട്ട് അവൻ ഫോളോ ചെയ്യാണ്. 2002 നടന്ന ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ ഹെസിൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അവൾക്ക് അതവിടെ പറയാനും കഴിഞ്ഞു. അവളുടെ ഈ ഒരു ടാലന്റ് കണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇപ്പൊ പ്രൊഫസർ അവളെ അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രൊഫസറിനെ കാണാനായിട്ട്, അതായത് ഡോക്ടർ ആലീസിനെ കാണാനായിട്ട് ഹെസിൻ വരികയാണ് കേട്ടോ. പഠനത്തിലെല്ലാം അവൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഡോക്ടർ ആലീസ് പറയണം. മാത്രമല്ല ഹെസിന്റെ അച്ഛനുണ്ടല്ലോ ഡോക്ടർ സാമുവൽ, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമെന്നും ഡോക്ടർ ആലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെസിന്റെ ഫോണിലേക്ക് ആരോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അവൾ പലതവണ കട്ടാക്കിയെങ്കിലും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കാണ് ഇത്ര കൃമികടി, കുറെ നേരമല്ലോ വിളിക്കുന്നത് പറഞ്ഞിട്ട് അവസാനം അവൾ ആ ഒരു ഫോൺ എടുക്കുകയാണ്. എന്നാൽ ഫോൺ എടുത്ത സമയത്ത് ഹെസിൻ ആകെ ഞെട്ടിപ്പോവാണ്. അവളെ ഞെട്ടിക്കുന്ന എന്തോ ഒരു കാര്യമാണ് ഇപ്പൊ ഫോൺ വിളിച്ച ആള് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ഒരു വീട് കാണിക്കുകയാണ്. അതിന്റെ മുറ്റത്ത് ഒരുപാട് പോലീസുകാരുണ്ട്, ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് അവസാനം ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പൊ ഹെസിൻ വരികയാണ്. ഓൾറെഡി അവളുടെ ബോയ് ഫ്രണ്ട്
ആയിട്ടുള്ള വില്യംസ് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഹെസിന്റെ കൂടെ ഡോക്ടർ ആലീസും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു അസ്ഥികൂടം കിട്ടിയിരിക്കുന്ന വീട് അത് മറ്റാരുടേതല്ല, ഹെസിന്റെ വീടായിരുന്നു. ഇപ്പോഴവിടെ താമസമൊന്നുമില്ല. ഒരു 3 വർഷം മുന്നെയാണ് ഹെസിൻ അവിടെ താമസിച്ചത്. അവളുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അയാൾക്ക് ഈ ഒരു വിവരം കിട്ടി. ആ ജേർണലിസ്റ്റ് ആണ് ഇപ്പൊ ഹെസിനെ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവളെ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഈ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത് അവളുടെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചല്ലേ. എന്നാൽ വലിയൊരു പ്രശ്നമുണ്ട്. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഹെസിന് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സർജറി കാരണം തന്നെ അവൾക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് വില്യംസിന് പോലീസുകാർ അവളെ ചോദ്യം ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു പേടിയാവുന്നുണ്ട്, ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ ഹെസിൻ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല, നമുക്കതൊക്കെ മാനേജ് ചെയ്യാമെന്നാ പറയുന്നത്. അങ്ങനെ ഇവരിപ്പോ ആ ഒരു വീട്ടിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഇപ്പൊ വില്യംസും ഉണ്ട്, ഡോക്ടർ ആലീസും ഉണ്ട്. ഈ ഒരു വീട്ടിൽ നമ്മുടെ ഹെസിന് അത്ര നല്ല ഓർമ്മകളൊന്നും അല്ല ഉള്ളത്. കാരണം അവളുടെ അമ്മ ഒരു നല്ല നോവലിസ്റ്റ് ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഒരാള്, അയാൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പോയി അടുത്ത നിമിഷം തന്നെ റൂമിലേക്ക് ചെന്ന് അവളുടെ അമ്മ സൂയിസൈഡ് ചെയ്തു. എന്താണ് അതിന്റെ കാരണം എന്നൊന്നും അറിയില്ല. സോ ഈ കാര്യങ്ങളെല്ലാം വില്യമിനോടും ഡോക്ടർ ആലീസിനോടും ഹെസിൻ പറയുന്നുണ്ട്. മാത്രമല്ല ആ സമയത്ത് അവളുടെ അച്ഛൻ ഡോക്ടർ സാമുവൽ വീട്ടിലുണ്ടായിരുന്നില്ല. ജോലി ആവശ്യവുമായിട്ട് മറ്റെവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അമ്മയുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹെസിൻ അതെല്ലാം ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഹെസിന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അന്നത്തെ പോലെ ചെറിയൊരു കുട്ടിയല്ല അവളിപ്പോ ക്രിമിനൽ സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സോ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇന്റർവ്യൂയുടെ മുന്നേ അവളുടെ അമ്മയുടെ ഫോട്ടോ എടുത്ത സമയത്ത് അവിടെ ഒരു പൂവും ആ പൂവ് വെച്ച ഒരു പോട്ടും ഉണ്ടായിരുന്നു. എന്നാൽ കൊലപാതകം നടന്നതിന് ശേഷം അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ആ ഒരു പോട്ടും അതുപോലെ തന്നെ ആ ഒരു പൂവും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഉറപ്പായിട്ടും എന്റെ അമ്മ ആത്മഹത്യ ചെയ്തതല്ല, അമ്മയെ ആരോ കൊന്നതാണ്. മാത്രമല്ല കൊലപാതകത്തിന് ശേഷം ആ ഫ്ലവറിന്റെ പോട്ട് അയാൾ എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഹെസിൻ അവളുടെ ഉള്ളിൽ ഓരോ സംശയങ്ങൾ ഇപ്പൊ പറയാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്തിന് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് ഇവരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറയണം. അതായത് ഇവിടെ വെച്ച് ഒരാളുടെ അസ്ഥികൂടം അല്ല കിട്ടിയിരിക്കുന്നത്, 2 ആൾക്കാരുടേതാണ്. അതിലൊന്ന് ഒരു പെൺകുട്ടിയുടേതാണ്. അവളുടെ പേര് റേച്ചൽ എന്നാണ്. കൊലപാതകം ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പെൺകുട്ടിയുടെ 2 കണ്ണും ആ കൊലയാളി ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. വളരെ ക്രൂരമായിട്ടാണ് അവളെ കൊന്നിരിക്കുന്നത്. മാത്രമല്ല ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ ആ ഒരു ഡീറ്റെയിൽസ് കേട്ടപ്പോൾ ഹെസിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ വില്യംസ്, അവനാകെ മൂഡ് ഔട്ട് ആയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പൊ തന്നെ ഹെസിൻ ഇപ്പൊ വില്യംസിന് വിളിക്കുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയത്, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടാതെ പോവാണ്. ഇതേ നേരം തന്നെ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു റിപ്പോർട്ടർ പറയാണ്, അത് പിന്നെ വേറൊരു വിഷയമുണ്ട്. മരിച്ചു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ റേച്ചല്, അവൾ കാണാതാവുന്നതിന് മുന്നേ അവസാനമായിട്ട് സംസാരിച്ചത് ഈ വില്യംസിനോടാണ്. ഇവിടെ സീൻ കട്ടായി നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. എങ്ങനെയാണ് ശരിക്കും ഈ ഹെസിനും അതുപോലെ തന്നെ വില്യംസും പരിചയപ്പെട്ടത് എന്ന്. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ അന്ന് വില്യംസിന് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പേര് ഹെലൻ എന്നാണ്. പെട്ടെന്നൊരു ദിവസം അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. കൈയെല്ലാം മുറിച്ച് ഒരുപാട് രക്തം വന്നിട്ടുണ്ടായിരുന്നു. വില്യംസ് വേഗം ഹെലനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു, അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ അതേ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹെസിനെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വില്യംസിന്റെ ഗേൾ ഫ്രണ്ട് ഹെലൻ, അവളെ നേരത്തെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവൾ പതിയെ മരണപ്പെട്ടു പോവാ. ആ ഒരു വിഷമം വില്യംസിന് താങ്ങാൻ കഴിഞ്ഞില്ല. മാനസികമായിട്ട് അവനാകെ തളർന്നു പോവാണ്. അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവന്റെ ട്രീറ്റ്മെന്റ് നടന്നത്. അങ്ങനെ ആ ഒരു ആശുപത്രിയിൽ വെച്ച് ഹെസിൻ വില്യംസിനെ പരിചയപ്പെട്ടു. രണ്ടുപേരും ഓരോ രീതിയിൽ ബാധിക്കപ്പെട്ടവരാണ്. അതായത് വില്യംസ് മാനസികമായിട്ട് തകർന്നുപോയി, അതുപോലെ തന്നെ ഹെസിൻ ആണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന്റെ ആ ഒരു റെസ്റ്റിലാണ്. എന്തായാലും രണ്ടുപേരും ഒരുപാട് സമയം ചെലവഴിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുകയാണ്. പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് വന്നു. അങ്ങനെയാണ് രണ്ടുപേരും പരിചയപ്പെട്ടതും പ്രണയിച്ചതും ഇപ്പോഴിതാ ഒരുമിച്ച് ജീവിക്കുന്നതും. രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാനായിട്ട് ഒരു വീടും ഇവർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഇനി പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ഈ കാണാതായ റേച്ചൽ അവളോട് അവസാനം സംസാരിച്ചത് വില്യം ആണെന്ന് ഹെസിൻ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവൾ നേരെ വീട്ടിലേക്ക് പോകണം. അവിടെ തന്നെ വില്യം ഉണ്ടായിരുന്നു. അവനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സത്യം പറ, നിനക്ക് ആ ഒരു പെൺകുട്ടി അറിയായിരുന്നു? 5 വർഷങ്ങൾക്ക് മുന്നേ ഈ റേച്ചലിനെ കാണാതാവുന്നതിന് മുന്നേ നീ അവളോട് സംസാരിച്ചായിരുന്നു? ഇതേ നേരം തന്നെ വളരെ സങ്കടത്തിൽ വില്യം പറയാണ്, അതെ, ഇപ്പൊ നിനക്കും എന്നെ സംശയമാണല്ലേ? അന്ന് പോലീസ് എന്നെ കുറെ ചോദ്യം ചെയ്തു. പിന്നീട് ഹെലൻ മരിച്ച സമയത്ത് അപ്പോഴും എന്നെ ചോദ്യം ചെയ്തു. എല്ലാവർക്കും എന്നെ സംശയമാണ്. ഇത് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും അവൻ അവിടുന്ന് പോവാണ്. ഹെസിൻ അവനെ പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും അവൻ നിന്നില്ല. ഇതേ നേരം തന്നെ ഹെസിന്റെ കൈ തട്ടി ഷെൽഫിലുണ്ടായിരുന്ന ചെറിയൊരു ബോക്സ് താഴേക്ക് വീഴുന്നുണ്ട്. അതിൽ നിന്നും കുറച്ചധികം ലെറ്റേഴ്സ് അവൾക്ക് കിട്ടുകയാണ്. ആദ്യമായിട്ടാണ് ഈ കത്തുകൾ അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരെണ്ണം പൊട്ടിച്ച് വായിക്കുകയാണ്. വില്യംസ് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ബക്സ് എന്നൊരാൾക്ക് എഴുതിയ കത്തായിരുന്നു അത്. അപ്പൊ ആ കത്തിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്: ബക്സെ, ഞാൻ ഏത് പെൺകുട്ടിയെ പ്രണയിച്ചാലും അവരെല്ലാം എന്നെ വിട്ടു പോവാണ്. എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് ശരിക്കും ഈ വില്യംസിന് ഹെസിനെ കൂടാതെ, അതായത് അവളെ പ്രണയിക്കുന്നതിന് മുന്നേ 3 പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തേത് ഹെലൻ ആയിരുന്നു. ഹെലൻ
ഹെലന്റെ തൊട്ട് മുന്നേ റേച്ചലായിരുന്നു. റേച്ചൽ മരണപ്പെട്ടു, ഹെലനും മരണപ്പെട്ടു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്ക് മുന്നേ വേറൊരാളുണ്ടായിരുന്നു. അവളുടെ പേര് ജാസ്മിൻ എന്നാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ സമയത്ത് ഹെസിൻ ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ആരാണ് ഇവനെ പ്രണയിക്കുന്ന പെൺകുട്ടികളൊക്കെ എങ്ങനെയാ മരിച്ചു പോകുന്നത്? ആ ഒരു ചിന്തയിൽ അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. 24 മണിക്കൂറിനുള്ളിൽ നീ ആത്മഹത്യ ചെയ്തിരിക്കും. ഈ മെസ്സേജ് കണ്ടപ്പോൾ ഹെസിൻ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്കാകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ നേരെ പോകുന്നത് വില്യംസിന്റെ ഒരു വീടുണ്ട്. അതായത് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന വീടല്ല, വില്യംസിന്റെ ഒരു പഴയ വീടുണ്ട്. അങ്ങോട്ടേക്ക് പോവാണ്. യാതൊരു വൃത്തിയില്ലാതെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് വലിച്ചിട്ട് അലങ്കോലമായി കിടക്കുന്ന ഒരു വീടാണ്. വല്ലപ്പോഴും മാത്രമാണ് വില്യംസ് അങ്ങോട്ടേക്ക് പോകാറുള്ളത്. എന്തായാലും ആ വീട്ടിൽ ഇപ്പോൾ വില്യംസ് ഉണ്ടായിരുന്നു. അവന്റെ അടുത്തേക്ക് ഹെസിൻ വരികയാണ്. പിന്നീട് വില്യമിനോട് ചോദിക്കുന്നുണ്ട്, വില്യമേ നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറ, ആരാണ് ഈ റേച്ചൽ? അവൾ എങ്ങനെയാ കാണാതായത്? അവൾ അവസാനം ഉണ്ടായിരുന്നത് നിന്റെ കൂടെ ആയിരുന്നില്ല. ഇപ്പൊ വില്യം പറയാണ്, ശരിയാണ്, അവൾ എന്റെ കൂടെ തന്നെയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ നല്ല പ്രണയത്തിലായിരുന്നു. ഞങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോയത്. അവളുടെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാനിപ്പോ എങ്ങനെയാണോ നിന്റെ കൂടെ അതുപോലെ തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് അവൾക്കൊരു കത്ത് വന്നു. അതെന്റെ കയ്യിൽ കിട്ടിയത്. പക്ഷെ ഞാനത് പൊട്ടിച്ച് വായിക്കാതെ ഞാനത് റേച്ചലിന് കൊടുത്തു. ആ കത്ത് പിന്നീട് അവൾ ആ ഒരു സോഫയിൽ പോയിരുന്നാണ് വായിച്ചത്. അത് വായിച്ചതിന് ശേഷം അവൾ ആ ഒരു കത്ത് അവിടെ വെച്ച് എങ്ങോട്ടോ പോയി. അന്ന് പോയതാണ് റേച്ചൽ. പിന്നീട് അവളെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. ഇപ്പൊ അവളുടെ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറയുന്നില്ലേ, അതായത് അവളുടെ അസ്ഥികൂടം മാത്രം. ഇപ്പോഴാണ് അവളെ കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ അറിയുന്നത്. ഇതിൽ കൂടുതലായിട്ട് വേറൊന്നും എനിക്കറിയില്ല. വെറുതെ അനാവശ്യമായിട്ട് എന്നെ സംശയിക്കില്ലേ. എന്തായാലും ഒന്ന് ഓക്കെ ആവ്, നീ റിലാക്സ് ആവ്, കുടിക്കാൻ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണം ചോദിക്കണം. അപ്പൊ ഹെസിൻ പറയണം, ഒരു ചായ എടുത്തേക്ക്. അവൻ ചായ എടുക്കാൻ പോയ ആ ഒരു സമയം നോക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ പെട്ടി അവൾ തുറന്നു നോക്കുകയാണ്. അപ്പൊ അതിനുള്ളിൽ വെച്ച് വേറെയും ചില കത്തുകൾ കിട്ടുന്നുണ്ട്. ആ കത്ത് ബക്സി എന്ന ഇവന്റെ ഫ്രണ്ട് ഈ വില്യംസിന് അയച്ച കത്തായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരിക്കും ഹെസിനെ ഞെട്ടിച്ചു കളഞ്ഞത് അവളുടെ അമ്മയുണ്ടല്ലോ, മരിച്ചുപോയ അമ്മയുടെ 2-3 കൂട്ടുകാരികളെ കുറിച്ച് ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. എന്റെ അമ്മയുടെ കൂട്ടുകാരികളെ കുറിച്ച് ഇവനക്ക് എങ്ങനെ അറിയുന്നത്? ആരാണ് ഈ ബക്സ്? അതുപോലെ തന്നെ ആ പെട്ടിയിൽ വെച്ച് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും കിട്ടുകയാണ്. അതായത് ജാസ്മിൻ എന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ കാറിൽ വെച്ച് വിഷം കഴിച്ചു മരിച്ചു എന്ന രീതിയിലുള്ള ഒരു പേപ്പർ കട്ടിങ്. അതായത് ഈ ജാസ്മിനെ ആയിരുന്നു വില്യംസ് ആദ്യം പ്രണയിച്ചിരുന്നത്. ശരിക്കും ഹെസിൻ ആ ഒരു നിമിഷത്തിൽ ആകെ ഞെട്ടിപ്പോവാണ്. ഈ വില്യംസ് പ്രണയിച്ച 3 പെൺകുട്ടികൾ മരിച്ചുപോയി. ഇവൻ ശരിക്കും ആരാണ്? ഇവനായിരിക്കും ആ ഒരു പെൺകുട്ടികളൊക്കെ കൊന്നിട്ടുണ്ടാവുക? അവൾക്കാകെ പേടി തോന്നാണ്. ഇപ്പൊ വില്യംസ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവൾക്കൊരു 100,000 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അമ്മയുടെ കൂട്ടുകാരികളെ കുറിച്ച് എങ്ങനെയാണ് ഇവർക്ക് അറിയുന്നത്? അതുപോലെ തന്നെ ആ ഒരു 3 പെൺകുട്ടികൾ അവരാരായിരിക്കും കൊന്നിട്ടുണ്ടാവുക? അങ്ങനെ ആകെ കൺഫ്യൂസിംഗ് ആയിട്ട് അവൾ നേരെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ തൊട്ടപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് അവൾ കേൾക്കുകയാണ്. ചുമ്മാ തമാശക്ക് ആ 2 കൂട്ടുകാരികളും പറയുന്നുണ്ട്, എടി ഈ കത്തിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒരുപോലെ എഴുതി വെച്ചാൽ ഈ കത്ത് കിട്ടേണ്ട ആൾക്ക് കിട്ടുമെന്ന്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഹെസിന് ഒരു കാര്യം തോന്നുകയാണ്. ബക്സ് എഴുതി അയച്ച കത്തുകൾ ഇപ്പൊ വില്യം അതുപോലെ തന്നെ ഹെസിൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി. അതുപോലെ തന്നെ വില്യം എഴുതിയ കത്തുകൾ ഇപ്പൊ വില്യമിന്റെ വീട്ടിലേക്കും വന്നു. ശരിക്കും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ 2 കത്തുകളും എഴുതിയിരിക്കുന്നത് അത് വില്യം തന്നെയാണെങ്കിലോ, അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട് എന്ന് കരുതിയിട്ട് സങ്കല്പിച്ച് അവൻ എഴുതുന്നതാണെങ്കിലോ ഇതൊക്കെ. 3 വർഷങ്ങൾക്ക് മുന്നേ അവനെ പരിചയപ്പെടുന്ന സമയത്ത് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ അവൻ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോൾ അവനോട് ഹെസിൻ രണ്ടും കൽപ്പിച്ച് ആ ഒരു കാര്യം ചോദിക്കുകയാണ്, ജാസ്മിൻ അവൾ ആരാണ്? പെട്ടെന്ന് ഹെസിൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ വില്യം ഞെട്ടിപ്പോവാണ്. കാരണം ഇതുവരെയായിട്ടും ജാസ്മിന്റെ കാര്യം അവളോട് വില്യം പറഞ്ഞിട്ടില്ല. എന്തായാലും അവസാനം വില്യം അത് പറയാണ്. അതായത് എല്ലാവരെക്കാളും മുന്നേ ആദ്യം ഞാൻ പ്രണയിച്ചത് ജാസ്മിനെ ആയിരുന്നു. ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ. പെട്ടെന്ന് ഒരു ദിവസം അവൾ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് നിന്റെ കൂടെ ജീവിക്കേണ്ട, ഞാൻ പോവാണ്. അതാണ് അവൾ എനിക്ക് അയച്ച അവസാനത്തെ മെസ്സേജ്. പിന്നീട് ഞാൻ അറിയുന്നത് അവൾ അവളുടെ കാറിൽ വെച്ച് തന്നെ വിഷം കഴിച്ച് മരിച്ചു എന്നാണ്. പിന്നെ ഹെസിൻ നിന്നോട് പറയാത്ത വേറൊരു കാര്യം കൂടെയുണ്ട്. നിന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ പ്രണയിച്ചത് ഹെലനെയായിരുന്നു. അവൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് നിനക്കറിയോ? ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ വീട്ടിലങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇനി ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നെ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ട് അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ട് ഞാൻ ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്റെ ആ ഒരു പൊസസീവ് മൈൻഡൊക്കെ മാറി ദേഷ്യമൊക്കെ കുറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവൾ കൈ മുറിച്ച് കിടക്കുന്നതാണ്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ചെറിയ കാരണത്തിന്റെ പേരിൽ അവൾ എന്തായാലും ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് നല്ല സംശയമുണ്ട് അതൊരു കൊലപാതകമാണോ എന്ന്. എന്നാൽ വില്യം പറയുന്ന ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായി തൊടാതെ വിഴുങ്ങി വിശ്വസിക്കാൻ നമ്മുടെ ഹെസിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അറിയാതെ അവന്റെ ഒരു പഴയ വീടുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാൻ. വീട്ടിലെത്തിയപാട് തന്നെ അവൾ അവിടെ ആകെ പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് സോഫയും അതുപോലെ തന്നെ ആ ഒരു പെട്ടിയുണ്ടല്ലോ ഇതിനിടയിൽ വെച്ച് ആ പഴയ ലെറ്റർ കിട്ടുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുന്നേ റേച്ചലിന് ആരോ അയച്ച ആ ഒരു കത്തുണ്ടല്ലോ, ആ കത്ത് തന്നെ. അത് വായിച്ചിട്ടാണ് റേച്ചൽ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ 5 വർഷമായിട്ടും അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നില്ലേ? എന്തായാലും നിങ്ങൾ ഈ വീടിന്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ മതി. അവൻ ഈ വീട് വൃത്തിയാക്കാറൊന്നുമില്ല. എന്തായാലും ആ ഒരു കത്ത് അവൾക്ക് കിട്ടി. ഇപ്പൊ ആ ഒരു കത്തുമായിട്ട് പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വില്യം അങ്ങോട്ടേക്ക് വരികയാണ്. ഹെസിൻ ആകെ പേടിച്ചു പോയി. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഹെസിൻ പറയാണ്, സത്യം പറ വില്യം, റേച്ചലിന് ആ ഒരു കത്ത് അയച്ചത് നീ തന്നെയല്ലേ അവളെ കൊന്നത്, സത്യം പറ. ഇപ്പൊ പെട്ടെന്ന് വില്യമിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആകെ മാറുകയാണ്. അവൻ പറയാണ്, അതെ, റേച്ചലിനെ കൊന്നത് ഞാനാണ്, അതിനു മുന്നേ ജാസ്മിനെ കൊന്നത് ഞാനാണ്, പിന്നീട് ഹെലനെ കൊന്നതും ഞാൻ തന്നെയാണ്. എന്താ നിനക്ക് സംശയമുണ്ടോ? പക്ഷെ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് നിനക്കറിയോ? നിന്നോടുള്ള പ്രണയം കാരണം. നിന്റെ കൂടെ ജീവിക്കാമെന്ന് കരുതുന്ന സമയത്ത് ഇവർ ഓരോരുത്തരും എന്റെ ലൈഫിലേക്ക് കയറി വരും, എന്നെ ശല്യപ്പെടുത്തും. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവർ ഓരോരുത്തരെയും കൊല്ലണ്ടേ? എന്നാൽ ഇത് കേട്ട് പേടിച്ചു പോയ ഹെസിൻ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് ഒരു പേന വന്ന് കയറുകയാണ്. പെടഞ്ഞുകൊണ്ട് അവൾ അവിടെ വീണ് പോകുന്നുണ്ട്. അവളുടെ കഴുത്തിലേക്ക് പേന കുത്തി കയറിയത് വില്യമായിരുന്നു. ഇപ്പൊ വില്യം പറയണം, ഹെസിൻ എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, പ്ലീസ് ദയവ് ചെയ്ത് മരിക്കല്ലേ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. അതായത് ഈ വില്യംസ് പോലും അറിയാതെയാണ് പല കൊലപാതകങ്ങളും അവൻ ചെയ്തു പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും കഴുത്തിൽ നിന്നും ചോര വാർന്ന് ഹെസിൻ മരണപ്പെടുകയാണ്. ഇത് കണ്ട് ഹെസിൻ ചാടി എഴുന്നേൽക്കാണ്. അതായത് അവൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. തൊട്ടുമുന്നേ നടന്ന സംഭവങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കാം സംഭവിച്ചത് എന്നാണ് അവളിപ്പോ ചിന്തിച്ചു കൂട്ടുന്നത്. കിടന്നിട്ടാണെങ്കിൽ ഒരു സമാധാനമില്ല, ഉറക്കം കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ അച്ഛന്റെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അവളുടെ അച്ഛൻ അറിയാലോ, ഒരു ഡോക്ടറാണ്, ഡോക്ടർ സാമുവൽ. അവൾ അച്ഛന്റെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ചുമ്മാ അതിലൂടെ നടക്കുകയാണ്. ചുമ്മാ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അലമാര തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിലെ ഒരു കാര്യം കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. 2 ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്റെ 2 കണ്ണുകൾ. അവളാകെ ഞെട്ടിപ്പോയി, പേടിച്ചുപോയി. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. ഒരു മനുഷ്യന്റെ കണ്ണ് ഇതുപോലെ ചുഴന്നെടുത്ത് അലമാരയിൽ വെക്കണമെങ്കിൽ എന്റെ അച്ഛൻ, അയാൾ ആരായിരിക്കും? അച്ഛനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ചെറിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് അച്ഛന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്, അവനോട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ സമയത്താണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു സീനിയർ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഡോക്ടറിന് ഹെസിനെ കണ്ടപാട് തന്നെ മനസ്സിലായി കേട്ടോ. കാരണം 3 വർഷങ്ങൾക്ക് മുന്നേ അവൾക്കൊരു സർജറി ചെയ്തു എന്ന് പറയുന്നില്ലേ, ഒരു മൈനർ സർജറിയാണ്, അത് ചെയ്തത് ഈ ഡോക്ടറായിരുന്നു. എന്നാൽ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ ഹെസിനോട് സംസാരിക്കുകയാണ്. എന്താ മോളെ, സുഖമല്ലേ, എങ്ങനെയുണ്ട് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം? അങ്ങനെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നത്. അപ്പോഴാണ് അവൾ ഒരു കാര്യം അറിയുന്നത്. 3 വർഷങ്ങൾക്ക് മുന്നേ അവൾക്ക് നടന്നത് ചെറിയൊരു ഓപ്പറേഷൻ അല്ലായിരുന്നു, അവളുടെ ഹാർട്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിവരം അവളുടെ അച്ഛൻ അവളോട് പറയാതിരുന്നത്? സർജറിക്ക് മുന്നേ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അവൾക്ക് നിലവിൽ ഓർമ്മയില്ല. അതായത് ഡോക്ടർ സാമുവൽ അവളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ നേരെ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോവാണ്. അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ സത്യം പറ, നിങ്ങളൊക്കെ എന്നിൽ നിന്നും എന്താണ് മറച്ചു വെക്കുന്നത്? അച്ഛൻ എന്നോട് എന്താണ് പറഞ്ഞത്? എനിക്ക് നടന്നത് വെറും ഒരു മൈനർ സർജറി ആണെന്നല്ലേ? ഹൃദയം മാറ്റി വെക്കുന്നതാണോ അച്ഛാ ഒരു മൈനർ സർജറി? പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ നുണകൾ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്നെ പറ്റിക്കുന്നത്? ഈ സമയത്ത് അവളുടെ അച്ഛൻ പറയണം, അങ്ങനെയൊന്നുമല്ല മോളെ, ഈ സർജറിയുടെ കാര്യം നിന്നോട് പറഞ്ഞാൽ നീ പിന്നീട് വല്ലാതെ പാനിക്കാവും, അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യം പറയാതിരുന്നത്. അതെല്ലാം പോട്ടെ അച്ഛാ, അച്ഛന്റെ ഓഫീസിൽ ഞാൻ കണ്ട ആ 2 കണ്ണുകൾ, അത് ആരുടേതാണ്? അതെങ്ങനെയാ അവിടെ എത്തിയത്? ഇപ്പൊ ഡോക്ടർ സാമുവൽ പറയണം, മോളെ, ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, നീ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇതെല്ലാം കേൾക്കണം. നിന്റെ ചെറിയ പ്രായത്തിൽ ഒരിക്കലും നീ ഇങ്ങനെ ആയിരുന്നില്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എപ്പോഴും മുറിയിൽ തന്നെ അടച്ചുപൂട്ടി അങ്ങനെ ഇരിക്കും, ആളുകളോട് അധികം സംസാരിക്കാറില്ല, ആരോടും അധിക നേരം അങ്ങനെ ഇടപഴകാറില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. നീ ജനിക്കുന്ന സമയത്ത് ചില കോംപ്ലിക്കേഷൻ നിന്റെ അമ്മയ്ക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് നീ മരണപ്പെടും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു പ്രത്യേകതരം ക്ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. അത് കാരണം തന്നെ നിന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ഫിസിക്കലി നോക്കുമ്പോൾ കുറച്ച് വിചിത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ അത് നന്നായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആ രൂപം വെച്ച് നിനക്ക് ആളുകളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. എല്ലാവരും കളിയാക്കുവോ, എല്ലാവരും പേടിച്ചു പോവോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. ഫുൾ ടൈം നീ നിന്റെ റൂമിൽ തന്നെയായിരുന്നു. നിനക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആണ്. ആ റേഡിയോയിൽ എപ്പോഴും ഒരാൾ സംസാരിക്കുന്നത് നീ വളരെ ഇഷ്ടത്തോടെ കേട്ട് നിൽക്കുകയായിരുന്നു. അവന്റെ പേരാണ് വില്യം. അതായത് നിന്റെ കൂടെ ഇപ്പോൾ ഉള്ള ഒരു പയ്യനുണ്ടല്ലോ, അവൻ തന്നെ. നീ അവനെ പ്രണയിക്കുന്ന സമയത്ത് അവന് വേണ്ടി ഒരുപാട് കത്തുകൾ എഴുതുമായിരുന്നു, അവനും നിനക്ക് കത്തുകൾ എഴുതുമായിരുന്നു. ഇപ്പോഴാണ് അവളെ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം അവളുടെ അച്ഛൻ അവളോട് പറയുന്നത്. അതായത് ബക്സ് എന്ന പേരിലായിരുന്നു അവൾ വില്യംസിന് കത്ത് അയച്ചിരുന്നത്. അതുപോലെ തന്നെ വില്യം കത്ത് തിരിച്ചയക്കുന്ന സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു ആ ഒരു കത്തില്. അവരുടെ കണ്ണ് നല്ലതായിരുന്നു, ചുണ്ട് നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ അവൻ ഇപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഓരോ കാര്യങ്ങളും ആ കത്തിൽ എഴുതുമായിരുന്നു. എന്നാൽ ഇതെല്ലാം വായിക്കുന്നത് ആരാണ്? ഹെസിനാണ്. അവൾക്ക് ഈ കാര്യമൊന്നും സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഹെസിൻ പ്രണയിച്ചിരുന്ന ആളാണ് ഈ വില്യംസ്. എന്നാൽ വില്യം പ്രണയിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അവനിങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് അവൾക്കത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റിയില്ല. അന്ന് അവൾ അനുഭവിച്ച ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛൻ ഡോക്ടർ സാമുവൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അയാൾക്കൊട്ടും ആ ഒരു കാര്യം സഹിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അയാളുടെ മകൾ ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് ആ റൂമിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയും എന്റെ മകൾ വേദനിക്കേണ്ട, അതും വിചാരിച്ച് ഡോക്ടർ സാമുവൽ ആണ് വില്യംസിന്റെ 3 ഗേൾ ഫ്രണ്ട്സിനെയും കൊന്നുകളഞ്ഞത്. ആ റേച്ചലിനെ കുറിച്ച് കത്തിൽ അവനൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. റേച്ചലിന്റെ കണ്ണുകൾ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സാമുവൽ ഈ റേച്ചലിനെ കൊന്ന സമയത്ത് അവളുടെ
2 കണ്ണുകളും പിഴുതെടുത്തായിരുന്നു. ആ കണ്ണാണ് ഇപ്പൊ ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. തന്റെ മകൾക്ക് വേണ്ടി സാമുവൽ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു കേട്ടോ. എന്നാൽ ഇത് കേട്ട സമയത്ത് ഞെട്ടിപ്പോയ ഹെസിൻ പറയാണ്, എന്നാലും എനിക്ക് വേണ്ടി അച്ഛൻ ഈ 3 കൊലപാതകം ചെയ്തില്ലേ, ഇത് വലിയൊരു പാപമാണ് അച്ഛൻ, ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് ഡോക്ടർ സാമുവൽ അവളോട് പറയണ, ശരിയാണ് മോളെ, ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഏറ്റവും വലുത് നീയാണ്. ഞാൻ വേണമെങ്കിൽ പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞ് കീഴടങ്ങിക്കോളാന്ന് പറയണം. എന്നാൽ അച്ഛന്റെ കൈ തട്ടി മാറ്റി അവൾ വേഗം തന്നെ അവിടുന്ന് പോവാണ്. പിന്നീട് സങ്കടമെല്ലാം മാറിയപ്പോൾ അച്ഛനെ ഒന്നുകൂടെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾക്കായിട്ട് അച്ഛൻ ഒരു കത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത്, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മോളെ നിന്നെയാണ്, എനിക്ക് ഏറ്റവും വലുതും നീ തന്നെയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അത്രക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത തെറ്റ് അത് ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങാൻ വേണ്ടി ഞാൻ പോവുകയാണ്. കുറെ ഇമോഷണൽ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുള്ള ഒരു കത്തായിരുന്നു അത്. എന്തായാലും അത് കണ്ട സമയത്ത് ഹെസിനും ഭയങ്കരമായിട്ട് വിഷമാവാണ്. എന്നാൽ ശരിക്കും ഡോക്ടർ സാമുവൽ ചെയ്ത കാര്യം എന്താണെന്നറിയോ? പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ എങ്ങാനും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ അപമാനം, അയാൾക്ക് നഷ്ടമാകുന്ന റെപ്യൂട്ടേഷൻ, ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഭ്രാന്ത് പിടിച്ച് ഇയാൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, മതി ഇത് ഇവിടെ വെച്ച് നിർത്താം. വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാറ് ഇയാൾ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് വളച്ചെടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കോൺക്രീറ്റ് തൂണിൽ പോയിട്ട് കാർ ഇടിച്ച് ആ സ്പോട്ടിൽ തന്നെ ഹെസിന്റെ അച്ഛൻ ഡോക്ടർ സാമുവൽ മരണപ്പെട്ടു പോവാണ്. ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് ഹെസിൻ ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. പതിയെ പതിയാണ് അവൾ ഇതിൽ നിന്നും റിക്കവർ ആയിട്ട് വന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ്. ഒരു ദിവസം ഈ ഹെസിനെ കാണാനായിട്ട് അവളുടെ ആ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, ഡോക്ടർ ആലീസ്, അവര് വരികയാണ്. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ ഹെസിനോട് സംസാരിക്കുകയാണ്. മോളെ സുഖമല്ലേ, കാര്യങ്ങളൊക്കെ എങ്ങനെ, നന്നായിട്ട് പോകുന്നില്ലേ, എല്ലാത്തിനും തലയാട്ടി അവൾ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹെസിനോട് ഡോക്ടർ ആലീസ് പറയണം, മോളെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ എന്റെ ഒരു സുഹൃത്തായിരുന്നു എന്ന്. 3 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഡയറി നിന്റെ അച്ഛൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു ഡയറി ഞാൻ എന്റെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല, അത് നീ തന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഡയറി ഇപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ്. ഇതിനുശേഷം ഡോക്ടർ ആലീസ് അവിടുന്ന് പോകുന്നുണ്ട്. ആലീസ് പോയി കഴിഞ്ഞപ്പോൾ ആ ഡയറി ഇപ്പോൾ ഹെസിൻ വായിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇത് അവൾ വിചാരിച്ചതുപോലെ അവളുടെ അച്ഛന്റെ ഡയറി ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഡയറി അത് അവളുടേത് തന്നെയായിരുന്നു. ഓപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ ഹെസിൻ എഴുതിയ അവളുടെ സ്വന്തം ഡയറി, അവളുടെ കൈകൊണ്ട് എഴുതിയ അവളുടെ ഡയറി. അതിലുള്ള ഓരോ കാര്യങ്ങളും ഇപ്പൊ ഹെസിൻ വായിക്കാൻ തുടങ്ങുകയാണ്. ശരിക്കും അതെല്ലാം വായിച്ച് അവളങ്ങനെ ഞെട്ടിത്തരിച്ച് കിളി പാറി നിൽക്കുകയാണ് കേട്ടോ. അതായത് ഹെസിൻ സ്ഥിരമായിട്ട് വില്യംസിന് കത്തുകൾ അയക്കുമായിരുന്നല്ലോ ഒരു വ്യാജ പേരിൽ. വില്യംസ് അതുപോലെ തന്നെ കത്തുകൾ തിരിച്ചു അയക്കുമല്ലോ അവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഓരോ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതായത് റേച്ചലിന്റെ കണ്ണ് നല്ലതാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ആ ഡയറിയിൽ അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെയധികം വികൃതമായ രീതിയിൽ. പിന്നീട് പല കാര്യം ആ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഹെസിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഡോക്ടർ സാമുവൽ അവളുടെ അച്ഛനല്ല ഈ 3 കൊലപാതകവും ചെയ്തത്. അത് ചെയ്തത് അത് മറ്റാരുമല്ല ഹെസിൻ തന്നെയാണ്. ആദ്യം ജാസ്മിനെ കൊന്നു, രണ്ടാമത് റേച്ചലിനെ കൊന്നു, മൂന്നാമത് ഹെലനെയും കൊന്നു. ഈ കൊലപാതകങ്ങൾ മുഴുവനും നടത്തിയത് ദാ ഈ പെണ്ണ് തന്നെയാണ്. ഒന്നാമത് ജാസ്മിനെ, അതായത് ജാസ്മിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് അവളെ പിടിച്ച് അവൾക്ക് വിഷം കൊടുത്ത് കാറിൽ വെച്ച് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവളുടെ ഫോണിൽ നിന്നും വില്യംസിന് മെസ്സേജ് അയച്ചു, ഇനി എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ മെസ്സേജ് അയച്ചത് ഹെസിനാണേ. ഇനി രണ്ടാമത്തെ കൊലപാതകം, റേച്ചലിന്റെ കൊലപാതകം. അവൾക്ക് ആ ഒരു കത്ത് അയച്ചത് അത് മറ്റാരുമല്ല ഹെസിൻ തന്നെയാണ്. കത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ലൊക്കേഷൻ പറഞ്ഞ് അർജന്റായിട്ട് അങ്ങോട്ടേക്ക് വരണം എന്നായിരുന്നു. റേച്ചലിന് വേണ്ടി ഹെസിൻ വെച്ച ഒരു ട്രാപ്പായിരുന്നു അത്. അവിടെ എത്തിയ ഈ റേച്ചലിനെ ഹെസിൻ പിടിക്കുകയാണ്, കൊന്നുകളഞ്ഞു. മാത്രമല്ല ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകൾ ചുഴുന്നെടുക്കുകയാണ്. പിന്നീട് അവളുടെ ആ ഒരു മൃതദേഹം കൊണ്ടുപോയിട്ട് അന്ന് ഹെസിൻ താമസിച്ചിരുന്ന അവരുടെ പഴയ വീടിന്റെ മുറ്റത്ത് കുഴിച്ചിടുകയാണ്. പിന്നെ മൂന്നാമത്തത് ഹെലനും അതുപോലെ തന്നെ വില്യംസും ഒരുമിച്ചിരിക്കുമ്പോൾ ഹെലന് ഒരു മെസ്സേജ് വന്നായിരുന്നല്ലോ, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. ആ മെസ്സേജ് അയച്ചത് മറ്റാരുമല്ല, അതും ഹെസിൻ തന്നെയാണ്. അതിനുശേഷം വില്യംസും ഹെലനും വഴക്കിട്ട് പിന്നീട് വില്യംസ് പുറത്തേക്ക് പോയ സമയം നോക്കി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്ന ഹെസിൻ മയക്കുമരുന്ന് കൊടുത്ത് ഹെലനെ ബോധം കെടുത്തി. എന്നിട്ട് പൊട്ടിയ ഗ്ലാസിന്റെ കഷ്ണം എടുത്ത് അവളുടെ ഞരമ്പ് മുറിച്ചത് ഇതേ ഹെസിൻ തന്നെയാണ്. അങ്ങനെ ഈ 3 കൊലപാതകങ്ങൾക്കും ശേഷമാണ് അവളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായതും വില്യംസിന്റെ അവസാനത്തെ ഗേൾഫ്രണ്ട് ഹെലനെ കൊണ്ടുപോയ ആ ഒരു ആശുപത്രിയിൽ വെച്ച് തന്നെ ഹെസിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നതും. എന്നാൽ ആ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം പഴയ കാര്യങ്ങളൊക്കെ അവൾ പാടെ പൂർണ്ണമായും മറന്നുപോയി എന്ന് പറയാം. എന്നാൽ ഈ ഡയറി വായിച്ച സമയത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരികയാണ്. അതായത് ഈ 3 കൊലപാതകവും ചെയ്തത് ഞാനാണ്. എന്നാൽ ഞാൻ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആ കൊലപാതകം മുഴുവൻ എന്റെ അച്ഛനെ ഏറ്റെടുത്ത് അദ്ദേഹം സ്വയം ബലിയാടാവുമായിരുന്നു. ഈ കാര്യം അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ജീവിക്കേണ്ട എന്ന് തന്നെ അവൾ തീരുമാനിക്കുകയാണ്. അവസാനമായിട്ട് വില്യംസിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൾ ഒരു കത്ത് എഴുതുകയാണ്. മരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു കേട്ടോ. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? ഡോക്ടർ ആലീസ് വരുന്നത്. ഡോക്ടർ ആലീസിനെ കണ്ടപ്പോൾ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ
ഹെസിൻ പറയാണ്, കൊള്ളാം കൊള്ളാം, നല്ല നാടകം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നല്ലേ ഡോക്ടർ ആലീസ്? ഞാൻ കൂടെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പദ്ധതി അത് പൂർത്തിയാവുമല്ലോ. വളരെ ക്ലെവർ ആയിട്ട് തന്നെ നിങ്ങൾ കളിച്ചു. കുറച്ചു മുന്നേ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചില്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട്? ആ മെസ്സേജ് അയച്ചത് നിങ്ങളല്ലേ? അതുപോലെ എന്റെ അമ്മയെ വെട്ടിവെച്ച് കൊന്നതും അതൊരു ആത്മഹത്യയാക്കി മാറ്റിയതും അത് നിങ്ങളല്ലേ? എന്തായാലും ഞാൻ കൂടെ ഇല്ലാതായാൽ നിങ്ങളുടെ പ്രതികാരം അത് തീരുമല്ലോ. എനിക്കറിയാം എന്തിനാണ് എന്നോടും എന്റെ അച്ഛനോടും എന്റെ അമ്മയോടൊക്കെ നിങ്ങളുടെ ഒരു ദേഷ്യവും പകയെന്ന്. എന്റെ അച്ഛൻ ആദ്യം പ്രണയിച്ചത് നിങ്ങളെയാണെന്ന് അച്ഛന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കല്യാണം കഴിക്കാൻ നിന്നതാണ്, എന്നാൽ ആ കല്യാണം മുടങ്ങിപ്പോയി. എന്റെ അമ്മയെ എന്റെ അച്ഛൻ വിവാഹം കഴിച്ചു. അതിനുശേഷം എന്റെ കുടുംബത്തിനോട് നിങ്ങൾക്ക് അടങ്ങാത്ത പകയാണല്ലേ ഡോക്ടർ ആലീസ്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യായിരുന്നു, പക്ഷെ എന്റെ അച്ഛൻ, അദ്ദേഹത്തെ മാത്രം നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടായിരുന്നു. ആ പാവം മനുഷ്യനെ നീ എന്തിനാടി കൊന്നത് എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഡോക്ടർ ആലീസ് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ മരിച്ചു പോയെങ്കിൽ ഈ നിൽക്കുന്നത് ആരാണെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കിയ ഹെസിൻ ആ കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് മക്കളെ, കഥ ഇനി ശരിക്കും ഇവിടെ മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. മരിച്ചു എന്ന് ഹെസിൻ കരുതിയ അവളുടെ അച്ഛൻ ദാണ്ടെ അവിടെ ജീവനോടെ നിൽക്കുന്നു. അയാൾ മരിച്ചിട്ടില്ല, ഡോക്ടർ സാമുവല് ജീവനോടെ വന്നിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കഥ ഇനിയാണ് ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പൊ ഡോക്ടർ സാമുവലും അതുപോലെ തന്നെ ആലീസും അങ്ങോട്ടേക്ക് വന്ന് ഹെസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ, നീ ഇത്രയും നേരം കണ്ടതൊന്നും സത്യമല്ല, ഇത് വെറും നിന്റെ ഹാലൂസിനേഷൻ മാത്രമാണ്. പക്ഷേ നീ ചെയ്ത ആ ഒരു 3 കൊലപാതകം അത് സത്യമാണ്. ജാസ്മിനെ കൊന്നത് നീയാണ്, റേച്ചലിനെ കൊന്നത് നീയാണ്, ഹെലനെ കൊന്നത് നീയാണ്. അതൊഴികെ ബാക്കി ഇത്രയും നേരം നീ സങ്കല്പിച്ച് കൂട്ടിയതെല്ലാം നിന്റെ വെറും ഹാലൂസിനേഷൻ മാത്രമാണ്. ചെറുപ്പത്തിൽ നിന്റെ മുഖം കുറച്ച് വികൃതമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയാണ്. ഈ സമയത്താണ് ഹെസിൻ പോയിട്ട് കണ്ണാടിയിലേക്ക് നോക്കുന്നത്. അതായത് അവളുടെ സങ്കല്പത്തിൽ അവൾ നല്ല സുന്ദരിയായിരുന്നു, അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്നാൽ കണ്ണാടിയിലേക്ക് നോക്കിയ ഹെസിൻ ആകെ ഞെട്ടിപ്പോവാണ്. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അവളുടെ മുഖം, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഇപ്പോഴും കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് ഹെസിന് പറ്റുന്നില്ല. ഈ സമയത്ത് ഹെസിൻ തന്നെ ഷൂട്ട് ചെയ്ത അവളുടെ ഒരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? ഹെസിനും അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വില്യംസ് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നെടുത്ത ഒരു സെൽഫി വീഡിയോ ആയിരുന്നു. അവളുടെ മുഖത്ത് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അതേ പാടുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ശരിക്കും അവളെ ഞെട്ടിച്ചത് അവളുടെ കൂടെ വില്യംസ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ട് അവനോട് സംസാരിക്കുന്നത് പോലെ അവൾ ആ ഒരു സെൽഫി വീഡിയോ എടുക്കുകയാണ്. എന്നാൽ സത്യത്തിൽ അവളുടെ കൂടെ വില്യംസ് ഇല്ല. അതുപോലെ തന്നെ 12 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവൾ മരിക്കും, അവൾ സ്വയം ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നല്ലോ. ആ മെസ്സേജ് അവളുടെ ഫോണിലേക്ക് അയച്ചത് മറ്റാരുമില്ല, അത് അവൾ തന്നെയാണ്. അതായത് ഹെസിന് ശരിക്കും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടെ ഉണ്ട്. അതായത് അന്യൻ സിനിമയിൽ വിക്രത്തിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു രോഗം ഉണ്ടല്ലോ, അത് തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് അവളെ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ നിന്നും പുതിയൊരു ക്യാരക്ടർ ഉണ്ടായി പല കാര്യങ്ങളും ചെയ്യും. അതായത് അവളുടെ ഉള്ളിലെ ആ ഒരു ദേഷ്യവും പകയും ഇതെല്ലാം ഒത്തുചേർന്ന ഒരു ക്യാരക്ടർ സ്വയം രൂപപ്പെട്ട് ആ ക്യാരക്ടർ പോയിട്ടാണ് ഹെലനെയും റേച്ചലിനെയും ജാസ്മിനെയും എല്ലാം കൊന്നു കളഞ്ഞത്. ഇപ്പൊ ഡോക്ടർ സാമുവലും അതുപോലെ തന്നെ ഡോക്ടർ ആലീസും പറയാണ്, മോളെ, നിന്റെ ഈ ഒരു അവസ്ഥ മാറും, അത് ഓട്ടോമാറ്റിക്കായിട്ട് നീ തന്നെ മാറ്റും എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ വഴിക്ക് ഞങ്ങൾ വിട്ടു തന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് നമ്മുടെ പഴയ വീടിന്റെ മുറ്റത്ത് വെച്ച് 2 മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കിട്ടിയെന്ന് പറയുന്നില്ലേ, ഒന്ന് റേച്ചലിന്റേതാണ്, രണ്ടാമത്തേത് ആരുടേതാണെന്ന് നിനക്കറിയോ? ഈ കഥയിലെ മറ്റൊരു വലിയ ട്വിസ്റ്റ് ഇത് തന്നെയാണ്. അതായത് അന്ന് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു അസ്ഥികൂടം അത് മറ്റാരുടേതുമല്ല, നമ്മുടെ വില്യംസ് ഉണ്ടല്ലോ അവന്റേത് തന്നെ. അല്ല, ഇതിന്റെ ഇടക്ക് അവൻ എപ്പോഴാണ് മരിച്ചുപോയത്? ഇതറിയണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അതായത് ഹെലൻ അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. അവിടെ തന്നെയായിരുന്നു നമ്മുടെ വില്യംസിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. മെന്റലി ചില പ്രശ്നങ്ങളൊക്കെ അവൻ ഉണ്ടായിരുന്നു. അന്ന് അതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഹെസിനെ അവൻ അവിടെ വെച്ച് കണ്ടുമുട്ടി. എന്നാൽ ഹെസിന്റെ ഹാലൂസിനേഷനിൽ ഉണ്ടായിരുന്നതുപോലെ അല്ലെങ്കിൽ അവളുടെ ചിന്തയിൽ ഉണ്ടായിരുന്നതുപോലെ അവൾ കരുതി അത്ര സുന്ദരി ആയിരുന്നില്ല അവൾ. ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ തന്നെയായിരുന്നു അന്ന് ആ ആശുപത്രിയിലും അവൾ ഉണ്ടായിരുന്നത്. ഹെലൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന വില്യംസിനെ പലതവണ സമാധാനപ്പെടുത്താനായിട്ട് അവനോട് സംസാരിക്കാനായിട്ട് ഹെസിൻ വില്യംസിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. ഇതിനിടക്കാണ് വില്യംസ് അവളുടെ കഴുത്തിലെ ഒരു മാല ശ്രദ്ധിക്കുന്നത്. ആ മാലയുടെ ലോക്കറ്റ്, ആ ലോക്കറ്റ് ഇതിനു മുന്നേ അവൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതായത് ഹെലൻ അന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നില്ലേ, ആ സംഭവ സ്ഥലത്ത് വെച്ച് ഇതേ രീതിയിൽ ലോക്കറ്റുള്ള ഒരു ബ്രേസ്ലെറ്റ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മാലയുടെയും ആ ബ്രേസ്ലെറ്റിന്റെയും ലോക്കറ്റുകൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചില സംശയം തോന്നിയത് കൊണ്ട് വില്യംസ് ഇപ്പോൾ ഹെസിനോട് പറയാണ്, എന്നോടുള്ള നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ ഇന്ന് രാത്രി നീ എന്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. എന്തായാലും വില്യംസ് പറഞ്ഞതുപോലെ തന്നെ അന്ന് അവനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് ഹെസിൻ വരികയാണ്. അവള് വന്നപാട് തന്നെ ഇപ്പൊ വില്യംസ് ആ ബ്രേസ്ലെറ്റ് അത് എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇത് നിന്റേതാണോ? ഇതേ ലോക്കറ്റ് തന്നെയാണ് നിന്റെ മാലയിലുള്ളത്. ഇത് കണ്ടപാട് തന്നെ ഹെസിൻ പരിങ്ങാൻ തുടങ്ങുകയാണ്. അതോടെ വില്യംസിന് കാര്യം മനസ്സിലായി. അപ്പൊ ഹെലനെ
കൊല്ലാൻ നോക്കിയത് നീയാണല്ലേ, അവളുടെ കൈ മുറിച്ചത് നീയാണല്ലേ. അവള് വീണ്ടും പരുങ്ങാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് വില്യംസിന് എല്ലാ കാര്യവും മനസ്സിലായി. ജാസ്മിനെയും റേച്ചലിനെയും ഹെലനെയും കൊന്നത് ഇവള് തന്നെയാണ്. ഇത് ഞാൻ എന്തായാലും പോലീസിനോട് പറയും, എനിക്ക് എന്തായാലും ഇത് മറച്ചു വെക്കാൻ പറ്റില്ല. ഇതെല്ലാം പറഞ്ഞ് അവൻ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ഹെസിൻ അവന്റെ കാല് പിടിച്ച് പറയുന്നത് പോലെ പറയാണ്, എനിക്ക് നിന്നോട് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കൊലപാതകം എല്ലാം ചെയ്തത്, എനിക്ക് നിന്നെ വേണം, നിന്റെ കൂടെ ജീവിക്കണം. എന്നാൽ ഇതൊന്നും കേൾക്കാതെ വില്യം പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരു പേന വന്ന് കയറുകയാണ്. ഇതേ സീന് തന്നെ കുറച്ചു മുന്നേ ഹെസിൻ ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൾ ചെയ്ത കാര്യം തന്നെയാണത്. അത് നേരെ ഓപ്പോസിറ്റ് ആക്കി അവൾ ചിന്തിച്ചു എന്ന് മാത്രം. അതായത് ശരിക്കും ഹെസിൻ ഇപ്പോ വില്യമിനെ സ്വബോധത്തോടു കൂടിയല്ല കൊന്നിരിക്കുന്നത്. അവളുടെ ഉള്ളിൽ ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, അതിൽ ഏതോ ഒരു ക്യാരക്ടർ പുറത്തേക്ക് വന്നിട്ടാണ് ഇപ്പൊ വില്യംസിന്റെ കഴുത്തിലേക്ക് പേന കുത്തിക്കയറ്റി അവനെ കൊന്നത്. അവളുടെ ഉള്ളിൽ ഏതോ ഒരു ക്യാരക്ടറാണ് ശരിക്കും അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹെസിന് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്തായാലും അവളുടെ മടിയിൽ കിടന്ന് വില്യംസ് മരിച്ചു പോവാണ്. മാത്രമല്ല അവന്റെ ബോഡി പിന്നീട് അവൾ നേരെ കൊണ്ടുപോയിട്ട് അവളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ കുഴിച്ചു മൂടുകയാണ്. അങ്ങനെയാണ് അവന്റെ ഡെഡ് ബോഡിയും അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നീട് അവൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷനിൽ അവൾ അങ്ങനെ ജീവിച്ചു പോവായിരുന്നു. സ്വയമേ അവൾ ഭേദമായിക്കോളൂ എന്നാണ് അവളുടെ അച്ഛനും അമ്മയും വിശ്വസിച്ചിരുന്നത്. അത് പറയാൻ വിട്ടുപോയി. ഇത് കഥയുടെ മറ്റൊരു ട്വിസ്റ്റ്. ഹെസിന്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ അത് എത്രത്തോളം വലുതാണ് എന്നാണ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത്. അതായത് അവൾ ഇങ്ങനെ വിരൂപിയായിട്ട് ജനിക്കാൻ കാരണം ആരാണ്? അവളുടെ അമ്മയാണ് എന്നാണ് അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സ്വന്തം അമ്മയോട് അവൾക്ക് വെറുപ്പാണ്. അമ്മ മരിച്ചു എന്ന് അവൾ സ്വയം മനസ്സുകൊണ്ട് വിശ്വസിക്കുകയാണ്. ഒരു നോവലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയാണ് എന്റെ അമ്മ എന്നൊക്കെ അവൾ അങ്ങനെ സങ്കല്പിച്ചു കൂട്ടുകയാണ്. ശരിക്കും അവളുടെ അമ്മ ആരാണെന്നറിയോ? മറ്റാരുമല്ല, ഡോക്ടർ ആലീസ് തന്നെയാണ്. എന്നാൽ ഒരിക്കലും ഡോക്ടർ ആലീസിനെ സ്വന്തം അമ്മയായിട്ട് അംഗീകരിക്കാനായിട്ട് അവളുടെ ഉപബോധ മനസ്സ് സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും ഇതങ്ങനെ ഒറ്റയടിക്ക് മാറ്റാൻ കഴിയില്ല. സ്വയമേ മാറുന്ന ഒരു അസുഖമല്ല. അതുകൊണ്ട് തന്നെ പോലീസും ഡോക്ടർമാരും എല്ലാവരും ഇതിൽ ഇടപെടുകയാണ്. മകളുടെ കണ്ടീഷനൊക്കെ ഇപ്പൊ സാമുവലിനും ആലീസിനും പറയേണ്ടി വന്നു. മാത്രമല്ല 3 വർഷത്തേക്ക് ഒരു ട്രീറ്റ്മെന്റിനായിട്ട് അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. 3 വർഷം കഴിഞ്ഞു. ട്രീറ്റ്മെന്റ് എല്ലാം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ അവളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പൊ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വരാന്തയാണ്, ഇരുട്ടുണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ ഓരോ ഭാഗത്തുകൂടിയും അവൾ പോകുമ്പോൾ അവളുടെ ഉള്ളിലെ ഓരോ ക്യാരക്ടറും അവളുടെ കൂടെ അങ്ങനെ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പിന്നീട് ആ മുറിയിലേക്ക് അവൾ വന്നിരിക്കുകയാണ്. അവളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അത് ഓരോ ക്യാരക്ടറായിട്ട് അവളുടെ ചുറ്റും അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല. ഇതേ സമയത്തിന് ആ ഒരു ഡോക്ടർ അവൾ ചിന്തിക്കുന്ന അവളുടെ ചുറ്റുമുള്ള അവളുടെ ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അതിനെ നോക്കിയിട്ട് ഡോക്ടർ പറയാണ്, എല്ലാവരും മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ, അവൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഹെസിൻ, നിനക്ക് എന്നോട് സംസാരിക്കണ്ടേ, ബാക്കിയുള്ള എല്ലാവരോടും പോകാൻ പറയാന്ന് പറയണം. പെട്ടെന്ന് തന്നെ അവളുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു എല്ലാ ക്യാരക്ടറും അവിടുന്ന് പോവുകയാണ്. അവൾ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. പിന്നീട് ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കുകയാണ്. ഇതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാണ് അവളെ ചോദ്യം ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിക്കും ഇതാണ് അവളെ ചോദ്യം ചെയ്യുന്ന ഒരു ഡോക്ടർ കേട്ടോ. അപ്പൊ പിന്നെ നേരത്തെ വന്നതാരാ? അത് മറ്റാരുമല്ല, അതും അവളുടെ ഉള്ളിലെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ്. നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ? അതായത് ഹെസിൻ ഒരു സാധാരണ കുട്ടിയല്ല, അവളൊരു ക്രിമിനലോളജി സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. അപ്പോൾ അവളോട് സംസാരിക്കാൻ വരുന്ന ഡോക്ടേഴ്സിനോട് എങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്ന അവളുടെ ഉള്ളിലെ മറ്റൊരു ക്യാരക്ടറാണ് നേരത്തെ വന്ന ഒരു ഡോക്ടർ. ഇപ്പൊ ഒരു ലേഡി ഡോക്ടർ വന്നിട്ട് ഹെസിനോട് സംസാരിക്കുന്നില്ലേ? വളരെ ശാന്തയായിട്ടിരിക്കുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മുഖമാണ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത്. അതായത് അവളുടെ ഉള്ളിലെ അവളുടെ ആ ഒരു ക്യാരക്ടറാണ് ഇനി ഈ ഒരു ലേഡി ഡോക്ടറോട് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ലേഡി ഡോക്ടർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹെസിന്റെ ഷോൾഡറിൽ കൈവച്ച് അവളുടെ ഉള്ളിൽ ആ ഒരു ഡോക്ടറിന്റെ പേഴ്സണാലിറ്റി അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അയാൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അതേ സമയത്തിന് ഹെസിനും ഇതേ കാര്യം തന്നെ പറയാണ്. അവളുടെ ഉള്ളിലെ ബാക്കിയുള്ള പേഴ്സണാലിറ്റികൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ഈ ഡോക്ടറുടെ പേഴ്സണാലിറ്റി പരമാവധി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇവളുടെ മാന്യമായിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ഈ സംസാരം കേൾക്കുമ്പോൾ ഈ ഡോക്ടർക്കും ബാക്കിയുള്ള എല്ലാവർക്കും തോന്നുക അവൾ ഓക്കെ ആയി, അവളുടെ മെന്റൽ ഇഷ്യൂ എല്ലാം മാറിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഒരിക്കലും അവളുടെ ഉള്ളിൽ ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അതെവിടെയും പോകുന്നില്ല, അതെവിടെയും പോകില്ല. അത് അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നല്ലവൾ ആകേണ്ട സമയത്ത് അവൾ നല്ലവളാകും, ചീത്തവൾ ആകേണ്ട സമയത്ത് അവൾ കെട്ടവളാകും, ഇനി വളരെ ബ്രില്യന്റ് ആവേണ്ട സമയത്ത് അവൾ അങ്ങനെയാവും. സിനിമയുടെ പേര് അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു? പെർഫെക്റ്റ് ഗേൾ. അവൾ എപ്പോഴും ഇതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ഗേൾ ആയിരിക്കും ഇനി മുതൽ. അതിലൊന്നും ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എനിക്കറിയാം അവസാന ചില ഭാഗങ്ങളൊക്കെ നല്ല കൺഫ്യൂസിംഗ് ആണ്, കിളി പാറുന്നുണ്ടാവും പലർക്കും. അപ്പൊ ഒന്നുകൂടെ ആ ഒരു ഭാഗങ്ങൾ ഒന്ന് കേട്ട് നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതൊരു നല്ല കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കമന്റ് ബോക്സിലൂടെ അഭിപ്രായം പറയണം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.